ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നോർത്തേൺ ഡിഷാണ്. അപ്പോൾ നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ താഴത്തെ ദീദിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം പാവയ്ക്കയെല്ലാം നല്ലപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. ഇത് തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ 4 പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും 2 പീസാക്കി കട്ട് ചെയ്ത് വെക്കുക. ഇനി ഇത് എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം എടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് പാവയ്ക്ക വേവിച്ചെടുക്കുക. അതിനുശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഇതിലെ വെള്ളം എല്ലാം ഒന്ന് പിഴിഞ്ഞ് മാറ്റിയെടുക്കുക. ഇനി നമുക്ക് ഈ പാവയ്ക്കയൊന്ന് എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അതിനുശേഷം ആ എണ്ണയിൽ തന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം എല്ലാം പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. 3-4 പീസ് വെളുത്തുള്ളിയും ഒരു 1/4 പീസ് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ 2 ചെറിയ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, അതിനുശേഷം അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ദീദി കുക്കിങ്ങിലൊക്കെ വളരെ എക്സ്പേർട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ദീദിയുടെ ഫുഡൊന്നും ഒരു രക്ഷയില്ല, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സായി വരണം. അങ്ങനെ നമ്മുടെ സ്റ്റഫ്ഡ് പാവയ്ക്ക ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.